മറ്റൊരു സംഘത്തിനാണ് ഈ കടന്നു പോകാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇന്ന് സംഘത്തിൽ നമ്മോട് പ്രബോധിപ്പിക്കുന്നത് കേലമാണ്. സാം 24 നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 24 സങ്കീർത്തനം പാടി കർത്താവിനെ മുക്തപ്പെടുത്താം. ഈ വെള്ളിയാഴ്ചയും ആ സങ്കീർത്തനമാണ് നമ്മൾ പാടിയത്. 24 സങ്കീർത്തനം ദിവസം തന്നെ എഴുന്നേറ്റ് പാടി, സമയമില്ലാത്തോട് പെട്ടെന്ന് പാടി, നമുക്കുള്ള പ്രശ്നം സമയം പെട്ടെന്ന് പോകുന്നു. ദാവീദിന്റെ ഒരു സങ്കീർത്തനം എല്ലാവരും, സാം ഓഫ് ഡേവിഡ്. ഐ തിങ്ക് എവരിബഡി ഹാസ് ടേക്കൺ ഇറ്റ്. ആദ്യത്തെ വാക്യം ഞാൻ വായിക്കും. സെക്കൻഡ് വേർഡ്സ് യു സിംഗ് ഇറ്റ് ടുഗദർ റെസ്പോൺസിബിളി. അവസാനത്തെ വാക്യങ്ങൾ വേഴ്സസ് വി സിംഗ് ഇറ്റ് ടുഗദർ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്താർ നിൽക്കും? അവൻ യഹോവയോട് അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. അടുത്ത 2 വാക്യങ്ങൾ ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ ദിവസം ഇരിക്കുമ്പോൾ കേലമ്പോട് കടന്നു വന്ന് ദൈവത്തിൽ നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാമല്ലോ. കൂടി വന്നിരിക്കുന്ന ഏവർക്കും വീണ്ടും എന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. Today we read Psalms 24, and as we know, for this month we've been looking to the topic of seeking God's face and discerning in order to be able to know what we must do and what His desire is. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനം 24 ഈ മാസം ദൈവത്തിന് നമ്മോട് പറയുന്നത് അവന്റെ മുഖത്ത് നോക്കി, അവന്റെ മുഖത്തെ എന്താണ് ദൈവത്തിന് ആഗ്രഹം, എന്താണ് ദൈവം ചിന്തിക്കുന്നത്, എന്താണ് അവൻ ഇഷ്ടം, അത് തിരിച്ചറിഞ്ഞ് അത് വിവേചിച്ചറിഞ്ഞ് അതിൽ നടക്കുക എന്നുള്ള വിഷയമാണല്ലോ പരിശുദ്ധാത്മാവ് നമ്മോട് ഈ മാസം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. In this psalm, David asks, "Who may ascend the mountain of the Lord?" He asks, "Who can seek Him? Who can go after Him?" And this psalm has a simple answer. It says that it's the people who have a clean hands and have a pure heart. അവിടെ ഒരു ചോദ്യമുണ്ട്. യഹോവയുടെ പർവ്വതത്തിൽ, അത് ദൈവം ഒരുക്കുന്ന വിശുദ്ധ സ്ഥലത്ത് സ്വർഗീയ യെരൂശലേമിൽ ആര് കയറും? ആർക്ക് അവിടെ എത്താൻ പറ്റും? ആരവന്റെ സ്ഥലത്ത് അവന്റെ അടുക്കൽ ചെല്ലാൻ അവരെ കൊണ്ട് പറ്റും? അതിന് പറയുന്നു, വെടിപ്പുള്ള കൈ വേണം, നിർമ്മല ഹൃദയം വേണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചൊവ്വാഴ്ച പാടി മനോഹരമായ പാട്ട്, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ചിടണമേ, വ്യാജത്തിന് കള്ളത്തരത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതിരിക്കുന്നു. ഇങ്ങനെയുള്ളവർക്ക് അവന്റെ സന്നിധിയിലെത്താം. When it comes to seeking God and actually getting something out of it and finding Him, what must we have? We must have a sense of purity with us. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കാൻ കടന്നു വരുമ്പോൾ, ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ട ഒരു കാര്യമാണ് വക്രത കൊണ്ട് ദിവസത്തിൽ വന്നാൽ കർത്താവ് വക്രനോട് അകന്നിരിക്കുന്ന ദൈവമാണ്. ഉള്ളിൽ വക്രതയും ദുഷ്ടതയും വകഞ്ഞുകൊണ്ട് നീ വന്നാൽ നാഥൻ നിന്നെ കൈക്കൊള്ളത്തുപോലുമില്ല. അവൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഉള്ളത്തിലൊരു ശുദ്ധീകരണം, ഒരു പ്യൂരിറ്റി, ഒരു നിഷ്കളങ്കത. അങ്ങനെ കടന്നു വരുന്നവരാണ് ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്നത്. The reason we come here every week is to get something and go out different. The reason we come here every single week is not to get something as in materialistically. It can be getting something as in hearing God's voice itself. പ്രിയമുള്ളവരെ, എന്തിനാണ് നാം ആരാധനയ്ക്ക് വരുന്നത്? സ്വന്തം സാമ്പത്തികമായ ചില കാര്യം കിട്ടാൻ വേണ്ടിയല്ല. അനേകർ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, ദൈവം പ്രസാദിച്ച് അവരെ അനുഗ്രഹിക്കണം, കുഞ്ഞുങ്ങളെ. അതിനല്ല നമ്മൾ വരുന്നത്. അവന്റെ സന്നിധിയിൽ വരുന്ന ഒന്ന് അവന് മഹത്വം കൊടുക്കാൻ, വർഷിപ്പ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക. അതിനേക്കാൾ ഉപരി ദൈവത്തിൽ നിന്ന് ചില അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ട് അവന്റെ സന്നിധിയിൽ അവന്റെ ഇഷ്ടപ്രകാരം നടക്കാൻ തക്കവണ്ണം
കേട്ട് അവന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു പോകാൻ നാം ആരാധിക്കുന്നു. വരുമ്പോൾ കൊടുക്കുമ്പോൾ ഇത് വൺ വേ അല്ല. അപ്പോൾ അവനെ ശ്രദ്ധിക്കണം. വചനം വരും, അവൻ ദൈവത്തിന്റെ ദൂതകൾ വരും, അത് ശ്രദ്ധിച്ചു പോകാൻ. കാരണം നമ്മൾ കണ്ടു, പറഞ്ഞു അഡ്മോണിഷ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചലഞ്ച് ചെയ്യുക, പ്രബോധിപ്പിക്കുക. കാരണം എന്തുവാ, വരുന്ന ആഴ്ച വരുമ്പോൾ യേശുവിന് വേണ്ടി ജീവിക്കാൻ, വരുന്ന ഒരാഴ്ച വരുമ്പോൾ അവന്റെ ഇഷ്ടത്തോട് നടക്കാൻ, അത് നാം അവനെ ആരാധിക്കുമ്പോൾ തന്നെ പ്രാപിച്ചിട്ട് പോകാനാണ് നാം ദിവസത്തിൽ കടന്നു വരുന്നത്. Essentially, us coming here, a big aspect of what we're doing here is seeking. We're seeking here. ഇവിടെ വരുമ്പോൾ ഓർത്തോണം. അതുകൊണ്ട് ഇവിടുത്തെ അനേക ആരാധന കണ്ട് ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നാലും അതല്ല ആരാധന. നീ ആരാധനയ്ക്ക് വരുമ്പോൾ നാഥൻ ആരാധന കൊടുക്കുന്നതോടൊപ്പം തന്നെ അവന്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കുക, അവനെ കാണുക. ഇവിടെ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വരും. I will walk in your midst, but 2 or 3 gathered, I am here. അപ്പോൾ കർത്താവേ, even though I cannot see with you, എന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് naked eyes I cannot see, but I want to seek. എനിക്ക് നിന്റെ ഇഷ്ടം അറിയണം. Lord, speak to me. അതുകൊണ്ട് അങ്ങനെ നീ വന്നിരിക്കുമ്പോൾ ഒരിക്കലും നീ ഉറങ്ങത്തില്ല. കാരണം നിനക്കറിയാം എന്താ ഞാൻ എന്തിനാ ഇവിടെ വന്നത്. അവൻ എന്റെ അപ്പന്റെ ശബ്ദം കേൾക്കാനാണ്. അത് നമ്മുടെ ഒന്നല്ല. യേശു കഥ പറയില്ല. ബിക്കോസ് 2 or 3 gathered, എന്റെ യേശു കൊണ്ടപ്പം എന്നോട് സംസാരിക്കുക. എന്താ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്റെ ജീവിതത്തിൽ? അവൻ നിന്നെ കണ്ട് ആരാധിക്കുക, എന്നോട് സ്പീക്ക് ചെയ്യണ കർത്താവ്, എന്നോട് പറയണ കർത്താവ്. എപ്പോഴും ചെവി എനിക്ക് തുറന്നിരിക്കും. വരുന്ന വചനമോ ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ കർത്താവ് എന്തുവാ എന്നോട് സംസാരിക്കണം. യു വാണ്ട് അവന്റെ ഇഷ്ടം അറിയണം, അവന്റെ മുഖത്തെ ആഗ്രഹം, അവന്റെ മനസ്സിൽ നിന്ന് വിടിരിക്കുമ്പോൾ ആരാധിക്കാതിരിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ച് വലിയ പ്ലാനുകളാണ്. വലിയ പ്ലാനുകളാ. അവൻ നമ്മളെന്തിനാ നമ്മളെ പ്രത്യാശിക്കുന്ന അവൻ ഹോപ്പ് ചെയ്യുന്ന നല്ല ഫ്യൂച്ചർ കിട്ടാനുള്ള തോട്ട്സ് ഹീസ് തിങ്കിങ് അബൌട്ട് യു. എന്നെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഇവിടെ വരുമ്പോൾ അത് പ്രാപിക്കണേ കർത്താവേ, ഞാൻ എന്താ ചെയ്യണ്ടേ, വാട്ട് ഷുഡ് ഐ ഡു, എങ്ങനെ നടക്കണമെന്ന് നാഥനോട് അന്വേഷിക്കണം. അപ്പൊ നമ്മൾ ഒരു അറ്റൻറ്റീവ്. കാരണം രാജാവ് നടക്കുകയുള്ളൂ. അവൻ നിങ്ങളുടെ ജോലിയിലൊക്കെ നിങ്ങളുടെ ബോസ് വരുമ്പോൾ അവൻ ബോസ് അവിടെ കുത്തിയിരുന്ന ആരും ഉറങ്ങത്തില്ല. കാരണം ബോസ് വരുമ്പോൾ അതുപോലെ ബോസ്, ഇത് രാജാതി രാജാവും കർത്താവി കർത്താവും വരുമ്പോൾ ഒരു അറിവുമാണ്. അവൻ കണ്ണടച്ച് ധ്യാനിച്ചിരിക്കാനും ശ്രദ്ധിക്കാനും അവന് മഹത്വം കൊടുക്കാൻ. നിങ്ങളുടെ ബോസ് ഹായ് ജാക്ക് എന്ന് പറയും അല്ലേ? കാരണം എന്താ, നമ്മൾ അവനെ റെക്കഗ്നൈസ് ചെയ്ത് നമ്മൾ അവനൊന്ന് അറിയണം. കാരണം അങ്ങനെയാണെങ്കിൽ യേശു നടക്കുമ്പോൾ ഇവിടെ വന്ന് വി ആർ നോട്ട് ഹിയർ ടു സീ സംതിങ്. അവനെ റെക്കഗ്നൈസ് ചെയ്യണം, അവന്റെ മുഖത്ത് നോക്കണം, അവന്റെ ഇഷ്ടം പറയണം. ഒരു ചെവി എപ്പോഴും അറ്റൻറ്റീവ് ആയിരിക്കണം, എത്ര ക്ഷീണമുള്ളവരാണ്. When we seek, what do we seek to find? But no matter how much you seek, you will not find unless you have a clean hands and a pure heart. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ എത്ര മനസ്സ് വെച്ച് അന്വേഷിച്ചാലും, എത്ര തലകുത്തി കടന്ന് പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ ശബ്ദം കേൾക്കത്തില്ല. കാരണം എന്താ പറയാ, വെടിപ്പുള്ള കൈയും. ഇന്ന് പോരും അവൻ വക്രതയും വഞ്ചനയും ഉള്ളി വെച്ചിട്ട് വന്ന് നീ ഹല്ലേലൂയ പറഞ്ഞ അന്യഭാഷ ആരാധിച്ചിട്ട് ഒരു ശബ്ദം പോലും നീ കേൾക്കത്തില്ല. ബൈബിൾ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ശൗല് ചത്തു കിടന്ന്, ശമൂവേൽ മരിച്ച് ചത്തു കിടന്ന് നോക്കി, ദൈവം മിണ്ടിയില്ല. ദേശത്തിലെ സകല അവൻ വിച്ച് ക്രാഫ്റ്റ്സ് ആൾക്കാരെയും സകല ശകുനവാദികളെയും എലിമിനേറ്റഡ്. അവൻ കൊന്നു മുടിച്ചു, ഒരാൾ പോലും ഇല്ല. നോക്ക്, അവസാനം അത്ര ശുഷ്കാന്തിയോട് ദൈവത്തിന് വേണ്ടി നിന്നിട്ടും അവൻ നിഷ്കളങ്കമായി എന്താ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നടക്കാൻ കഴിയാതെ ദൈവം സംസാരിക്കുന്നത് നിർത്തി. അവസാനം സമൂഹം മരിച്ചു കഴിഞ്ഞപ്പോ ഇതൊന്നോ ശബ്ദം കേട്ടില്ല, ഒരു ദൈവത്തിൽ ജീവിക്കാൻ പ്രയാസമായി. യു കനോട്ട് ലിവ്, യു വിൽ ബി എ ഡെഡ് ക്രിസ്ത്യൻ. അവൻ നീ ചത്ത ക്രിസ്ത്യാനിയാകും. ദൈവശബ്ദമില്ല. ചുമ്മാ ഞായറാഴ്ച പോയിട്ട് നീ യു ആർ എ ഡെഡ് ക്രിസ്ത്യൻ. എത്രയോ എണ്ണം പോയി ചത്ത് തിരിച്ചു വരിക. നീ അവന്റെ സൗണ്ട് കേൾക്കും, മോനെ വഴിയില്ല, ഇതിലെ നടക്കാം, സൗണ്ട് കേൾക്കും ഒക്കെ. യു നോ ഗൈഡൻസ്. അവൻ ആ ശബ്ദം കേൾക്കുന്ന ഇഷ്ടമായി. ഞാൻ എന്റെ ബോസ്മാരോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ജോലി, പക്ഷെ എനിക്ക് തിരിച്ചെല്ലാം കേൾക്കണം. നീ ചെയ്യുന്നത് ശരിയാണോ ശരിയല്ല തെറ്റാണെന്ന് പറഞ്ഞാലേ എനിക്ക് അടുത്ത കാര്യം. അല്ലെങ്കിലില്ലേ എന്തോ ഒരു ജീവനുമില്ല, നമുക്കൊരു ജോലി ചെയ്യാൻ സന്തോഷം തോന്നത്തില്ല. അതുകൊണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും വന്ന് എന്താ ഞാൻ ഏൽപ്പിച്ച് ചെയ്തോ, അല്ലെങ്കിൽ എന്താ അടുത്തത് അത് പറഞ്ഞില്ലെങ്കിൽ യു ഡോണ്ട് ഫീൽ ലൈക്ക് വർക്കിംഗ്. ഇന്നെന്താ ക്രിസ്ത്യൻ ലൈഫ് ജീവനില്ലാത്തത്? Because they don't know what God needs. They don't know whether they are walking in it. അത് തിരിച്ചറിയാത്തതുകൊണ്ട് സന്തോഷവുമില്ല, ജീവനുമില്ല. ഇന്ന് ആരാധനയ്ക്ക് വന്ന് ചുമ്മാ ആചരോട് പോകാനല്ല. നീ സംസാരിക്കുന്നില്ലെങ്കിൽ അതെന്റെ കഷ്ടകാലം ഓർത്തോണം. കഷ്ടകാലം ശൗലിന്റെ കഷ്ടകാലമാണ്. ഇന്ന് പകൽക്കാലം പറയുന്ന എത്ര ക്ഷീണിച്ച് ഞാൻ എഴഞ്ഞു വന്നാലും നിന്റെ ശബ്ദം കേട്ടിട്ട് എന്നോട് സംസാരിക്കാം. ദാവീദ് അത് അവന് ചങ്ക് പടയുക.
അയ്യോ പരിശുദ്ധാത്മാവിനെ എടുക്കല്ലേ, എന്നോട് പറയുന്ന പരിശുദ്ധാത്മാവിനെ എടുത്തു കളയല്ലേ എന്ന് പകൽക്കാലം ഒരിക്കലും പറഞ്ഞ കർത്താവ് എന്നോട് സംസാരിക്കണം. ചെറിയൊരു കൂട്ടമാണേലും എന്നോട് എനിക്കതിന്റെ ശബ്ദം കേൾക്കണം. ഞാൻ വന്നിട്ട് ചുമ്മാ അന്യഭാഷ കൊണ്ട് പോകുന്നതല്ല. ഐ വിൽ ഗിവ് യു ബട്ട് ഐ വിൽ ഹിയർ ഫ്രം യു. ഇല്ല, എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഇല്ല, എനിക്കൊരു ജീവനില്ല എന്ന് അവൻ ദൈവത്തോട് നാം പറയണം. But when it talks about seeking His face, we're unable to do so when we are impure. But what's the consequences of being unable to seek His face? It's not like we have an option. We must seek His face. And why is this? Because God is the originator of everything, and He keeps everything in sustenance. Without seeking His face, we cannot live. As Acts 17 verse 24 to 25 emphasizes, it says, "The God who made the world and everything in it, being the Lord of heaven and earth, does not live in temples made by man, nor is He served by human hands, as though He needed anything, since He Himself gives to all mankind life and breath and everything." There's nothing that comes without God, so we cannot go without seeking His face. 17 verse 24. ഇന്ന് സങ്കീർത്തനം വായിച്ചത് തുടങ്ങിയപ്പോൾ ആ വാക്യം ഭൂതലവും അവിടെ പറയുക, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും സകലവും ആർക്കുള്ളതാ? നീ ഓർത്തോണം, ഇന്ന് പകൽക്കാലം നീ ആവശ്യമില്ലാത്ത പറയും ഓടുക. അത് അല്ല, അവരെല്ലാം ദൈവത്തിനുണ്ടാകും. നീ ദൈവത്തെ പ്രസാദിപ്പിക്കുക, അവരെ അലൈൻഡാക്കി നിന്റെ ജീവിതത്തിൽ കറക്റ്റ് ആക്കുന്ന ദൈവമാണ്. ഞാൻ പലപ്പോഴും നീ ദൈവത്തെ തെരയുന്നില്ല, നീ ഒന്ന് പലരുടെ പുറകെ നീ കാനമട്ടായി കിട്ടാൻ പോകുന്നത്. കാരണം ഇവിടെ തന്നെയായി 17:11 വായിച്ച് ഈ അപ്പോസ്തലൻ ലോകവും അതിലുള്ളതൊക്കെയും ഇന്നത്തെ നിന്റെ ബിസിനസ് ആണെങ്കിലും ജോലിയാണെങ്കിലും എവറിത്തിങ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. അവനാണ് ക്രിയേറ്റർ. അവനെപ്പോഴും അവൻ ക്രിയേറ്റിവിറ്റി ഉള്ളവനാ. അപ്പോൾ അവന്റെ അടുക്കവാ, നീ ആരാധനയ്ക്ക് കൃത്യതയിൽ വന്ന് നീ ഉഴപ്പല്ല, നിന്റെ ജോലിക്ക് നീ ഉഴപ്പി പോകുമോ? അതാണ് എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകത്തില്ല ഈ ജനത്തെ കുറിച്ച്. Would you do that to anything else in your life? പിന്നെ ദൈവത്തോടങ്ങനെ ചെയ്യുന്ന who gave you authority? വായിച്ചോ സിസ്റ്റർ വായിച്ചു. ലോകവും അതിലുള്ള ഇന്ന് പകൽ ഈ ഭൂമിയിലുള്ള എന്തുണ്ട്, അത് ജോലി ഉൾപ്പെടെയാണെങ്കിൽ എന്തും ഉണ്ടാക്കിയ ദൈവം. സ്വർഗത്തിന് നാഥൻ, സകല പ്രപഞ്ചത്തിന് നാഥൻ, ഭൂമിക്കും അവൻ നാഥനായതുകൊണ്ട് ഇനി മനസ്സിലായി. ഒത്തിരി പേര് അവനവിടെ വാസം ചെയ്യുന്നു. അവനെ അന്വേഷിക്കുന്നവിടെ മതിയോ? സത്യത്തിലും ആത്മാവിലും ചങ്ക് തുറന്ന് അനേകരെ ഹോൾ വലിയ ഉറവോ എന്റെ കുഞ്ഞുങ്ങൾക്ക് അയ്യോ അവിടെ നാഥനില്ല, നിന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തോ കിട്ടി, എന്തോ പ്രയോജനം? നാഥൻ വേണം, നാഥന്റെ കണ്ണ് വേണം. അവൻ നമുക്ക് അവിടെ വലിയ കൂട്ടമില്ലേ, രണ്ടുപേരെ ഉള്ളേ. നാഥാവാ വാക്കിനോ മീൻസ് ഞങ്ങളുടെ ചുരുത്തിന്റെ ശബ്ദം കേട്ട് നടക്കാൻ ഞാൻ കാൽക്കൂട്ടം വേണ്ട. നീ ഇറങ്ങി വാ. എന്റെ വായിച്ച സിസ്റ്റർ എടുത്ത് വായിച്ചാൽ അവൻ കൈപ്പണിയായ ആലയങ്ങളിൽ വാസം. അതുകൊണ്ടായി ഭൂമിയിൽ ഈശോ, അതാണ് ഞാൻ പറഞ്ഞില്ലേ, പുതിയ നിയമത്തില് ദൈവം ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഇത് പഠിപ്പിക്കാൻ പറയാ, കൈപ്പണിയിലായ ആലയങ്ങളിൽ ദൈവം എന്ത് ചെയ്യുന്നില്ല. നീ ഉണ്ടാക്കുന്ന ഹോളിലോ കത്തീഡ്രലിലോ ഒന്നും യേശുവില്ല. അവൻ സകലത്തിന് നാഥനാണ്. ഇപ്പൊ വായിച്ചെന്ന് വരുന്നു, അവനാണ് ജീവനും ശ്വാസവും കൊടുക്കുന്ന. അവനെ തന്നെ ഹോളില് അനേകം ഹോളില് വേണ്ട, വെളിപ്പറമ്പി മഴയത്ത് നിനക്ക് ദൈവത്തെ ആരാധിക്കാം. അങ്ങനെ ആരാധിക്കുന്നത് വേണ്ടെന്നേ, നിനക്ക് സൗകര്യം വേണ്ട, നിന്റെ വേണ്ട. പ്രപഞ്ചം മുഴുവൻ നാഥനെ ആരാധിക്കുമോ? കഷ്ടപ്പെട്ട് ആരാധിക്കാം. മനസ്സിലാക്കും വരണ്ടെന്നേ. ഒത്തിരികളത്തെ കൊണ്ട് അവിടെ കൂടി എന്ത് നേടാനാ? അനേകം അതിനു വേണ്ടിയാ. പൈസ ഒന്നും വേണ്ട. അവൻ മരത്തിന്റെ കീഴിൽ നിനക്ക് ദൈവത്തെ ആരാധിക്കാം. വീട്ടിനകത്ത് നിനക്ക് ദൈവത്തെ ആരാധിക്കാം. അതിന് ഫണ്ട് പിരിക്കേണ്ട കാര്യം ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഹോള് വേണോ? കർത്താവ് തന്നെ ഹോള് പണിയുണ്ടാകുന്നല്ല, തെറ്റിദ്ധരിക്കല്ലേ. നമ്മുടെ പ്രയോറിറ്റീസ് ഹിം. പ്രയോറിറ്റീസ് വാക്കിംഗ് ഇൻ ഹിസ് വിൽ. അവന്റെ ഇഷ്ടത്തിൽ നടക്കുന്ന അവൻ പ്രധാനം. വായിച്ചോ സിസ്റ്റർ എടുത്തത്, അവൻ സകലവും കൊടുക്കുന്നവനാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒരു പാസ്റ്റർക്കോ ഒരു ജോലിയിലോ ഒരു തലപ്പത്തിരിക്കുന്ന നിനക്ക് തരാൻ പറ്റത്തില്ല. അവനാ തരുന്നത്. സൂക്ഷിക്കും. അവന്റെ മുഖം അന്വേഷിക്ക്. സീക്കാം. നിനക്ക് ടൈം എത്ര കിട്ടാമോ അവന് കൊടുക്ക. നിനക്ക് അവന് ടൈമില്ല, നിന്റെ ബാക്കി എല്ലാത്തിനും ഉണ്ട്. നീ അവന് ടൈം കൊടുക്കും, ബാക്കി എല്ലാം എന്റെ ദൈവം ചെയ്യും. മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോ ഇതൊക്കെ അവൻ തന്നിരിക്കും. എന്റെ ദൈവം ആർക്കും കടക്കാനല്ല. വായിച്ചോ സിസ്റ്റർ എടുത്തത്, എന്റെ ദൈവത്തിന് ചില വന്ന് ദൈവത്തിന് വേണ്ടി തെണ്ടുന്ന കാണുമ്പോൾ എനിക്ക് വലിയ വിഷമം.
അങ്ങനല്ലേ ഇവിടെ പറഞ്ഞേ? അല്ലേ? ആരെങ്കിലും ദൈവം പറയുന്നുണ്ടോ പോയി എനിക്ക് വേണ്ടി തണ്ടാൻ? പറഞ്ഞോ പ്രാർത്ഥിക്കാൻ ഒരു വിഷയമാണെന്ന് പറയുന്നതിന് കുഴപ്പമില്ല, പറഞ്ഞോ. പക്ഷെ നീ ആരുടെയും യാചിക്കാനോ എപ്പോഴും പ്രാർത്ഥിക്കണേ. ആ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയല്ല, പൈസ കൊടുക്കണമെന്നുള്ള കാര്യമാണ്. പ്രാർത്ഥിക്കുന്ന പക്ഷെ ഒന്നും ഓർപ്പിച്ചാൽ മതി, വീണ്ടും ഓർപ്പിക്കേണ്ട കാര്യമില്ല. അവനാണ് സകലത്തിനും കൊടുക്കുന്നവൻ. തീർന്നോ വാക്യം? അവന് മനുഷ്യന്റെ കൈയുടെ ശുശ്രൂഷ വേണ്ട. സോറി. Yeah, so essentially, why do we seek His face? Not because God needs it, but rather we need it. And God has our needs in His best interest. That's the only reason why He continues to say in the Word of God. And otherwise He says what the consequences are. In the Old Testament, He says, I will hide my face from you. What does that mean? That means all origin of good and everything that we need is being cut off when He hides His face from us. So why do we seek His face? It's because we need it, not because He needs it. ഇന്ന് പകൽക്കാലം എന്തിനാ അവന്റെ മുഖം അന്വേഷിക്കേണ്ടത്? അവന് വേണ്ടിയിട്ടല്ല, എന്റെയും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എനിക്കും നിങ്ങൾക്കും അനുഗ്രഹം ഉണ്ടാകും, നമ്മുടെ തലമുറ ദൈവവഴി നടക്കാൻ വേണ്ടിയിട്ടാണ്. ചേട്ടൻ വിചാരം നമ്മൾ പോയി അന്വേഷിക്കും അവനാണ്ട് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ട്. അയ്യോ അല്ല, അവന്റെ മുഖം അന്വേഷിക്കേണ്ടത്. അതില്ലാതെ നമുക്ക് പറ്റില്ല. അവന്റെ ശബ്ദം കേൾക്കാതെ നടക്കാൻ പറ്റില്ല. അവന്റെ ശബ്ദം കേൾക്കാൻ ഞാൻ നടക്കുന്ന വഴി ശരിയാണെന്നും തിരിച്ചറിയാൻ പറ്റില്ല. നമ്മൾ ഇതെല്ലാം ശരിയാ വെച്ചാൽ അവസാനം പോയി ഛേദിക്കപ്പെടും. ഒരു മനുഷ്യൻ തന്റെ വഴിയെല്ലാം ചൊവ്വായി തോന്നും, അതിന്റെ അവസാനം എന്തുവാ? മരണവഴികളാ. അയ്യോ ഞാൻ നടക്കുന്ന മരണവഴിയാണോ അല്ലയോ എന്നറിയാം. ഞാൻ വിചാരിക്കും ഞാൻ ആരാധിക്കുന്ന പ്രൈസോട് പറയുന്ന അന്റെ വഴി ചിലപ്പോ അതല്ല, നീ മരണവഴിയിലോട്ട് പോവുക. തിരിച്ചറിയണേ, ശബ്ദം കേൾക്കണം, മുഖം അന്വേഷിക്കണം, അവന്റെ മുഖത്ത് നോക്കണം, അവൻ നിന്നോട് സംസാരിക്കണം. ആരാധനയ്ക്ക് വരുന്നത് ആചരി കൊടുത്തിട്ട് പോകാനല്ല. Speak to me. പൊട്ടിക്കരഞ്ഞ് അവന്റെ ആത്മാവിൽ ആരാധിക്കർത്താവേ, speak to me. I want to hear your voice. കാരണം എനിക്കറിയണം ഞാൻ നടക്കേണ്ട വഴി ശരിയാണോ. ഈ ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നുകൊണ്ട് എല്ലാം ശരിയാകണമെന്നില്ല. ശബ്ദം കേൾക്കണം. കാരണം അവനാണ് സകലത്തെ ഉണ്ടാക്കിയത്. സകലത്തിനും സകലവും കൊടുക്കുന്നവൻ അവനാണ്. അതുകൊണ്ട് അവന് നമ്മളെ വേണ്ട. നമുക്ക് അന്വേഷിച്ച് കുഴപ്പമില്ല. നമ്മുടെ നന്മയ്ക്ക്, നമ്മുടെ അനുഗ്രഹത്തിനാണ് അവന്റെ മുഖം അന്വേഷിക്കാൻ അവൻ പറയുന്നത്. അവന്റെ ശബ്ദം കേട്ട് നടക്കേണ്ടതിനാണ്. So since we need to seek His face, we must do it in the way that He prescribes. We must have a clean hands and a pure heart. Clean hands meaning cleanse your actions to the extent, to the degree that you can, because of course none of us are perfect. Man is not perfect, and that's why the next step, it says be pure in heart, because wherever you fail, God sees the intentions of the heart. Because it says in Matthew 5 verse 8, it says, "Blessed are the pure in heart, for they will see God." So the essential of it is have a pure heart, because in Proverbs doesn't it say that your actions will reflect what your heart is. What your heart pours out is what your actions will be. So essentially, as long as you have such a deep desire for God in your heart, you will be able to cleanse your hands so that you may be able to seek and then find. പ്രിയമുള്ളവരെ, അങ്ങനെ അവനെ അന്വേഷിക്കാൻ കടന്നു വരുമ്പോൾ നമ്മുടെ രീതിയിൽ കടന്നു വന്നാൽ ശരിയാകത്തില്ല. അത് നമ്മോട് സംസാരിക്കത്തില്ല. അതുകൊണ്ട് ആരാധനയ്ക്ക് വരുമ്പോൾ അതാ പറയുന്നത്, അല്പനേരം ഒന്ന് സെർച്ച് ചെയ്യാൻ. മുഴങ്കാലം മടക്കി, കർത്താവേ നമ്മളൊക്കെ പോത്ത് പോലെ കിടന്നു തുടങ്ങിയിട്ട് അവസാനം ക്ഷീണം കൊണ്ടാ ജോലി കൊടുക്കാൻ അന്ന് കർത്താവ് ഞാൻ വരുമോ, അമ്മയും കൂട്ടായ്മയ്ക്ക് വരുമോ, ആദിവദാസൻ നാമനെ അവിടെ സാക്ഷി പറയുന്നുണ്ട്. നാമനെ ഞാൻ കള്ളത്തരവും വ്യാജപ്രവചനം ഒന്നും കേൾക്കണ്ടായി. ഒന്നൊരു കിടന്നിട്ട് പറയണം, കർത്താവേ പോകും എന്റെ കയ്യ് മറ്റുള്ളവരുടെ ബന്ധത്തിൽ ഞാൻ ചില പ്രവൃത്തി കഴിഞ്ഞ ഒരാഴ്ച ജോലി ചെയ്ത പ്രവൃത്തികൾ ഞാൻ സംസാരിക്കുന്നത് കാരണം വെടിപ്പുള്ള കൈയും ഹൃദയവും അത് പോരാത്തവന് അവന്റെ മുഖം വീഴ്ച ഒരു മറുപടിയും കിട്ടുന്നില്ല. ചിലപ്പോൾ നിന്റെ നിമിത്തം വേറെ ആർക്കും കിട്ടത്തുമില്ല. ഞാൻ പറയുന്നത് ഒരൊറ്റ ആക്കാൻ മതി. ദൈവം പറഞ്ഞിട്ട് പിടിക്കാൻ പോയ വാഗ്ദത്തം എരിഹോ അതിൽ ഇടിഞ്ഞു വീണ അത്ഭുതം നടന്നതല്ലേ അതിന് മുമ്പ്. One acorn will stop every blessing for the whole congregation. നീ വരുമ്പോ തകർന്ന ഒത്തിരി പേര് വരുന്നുണ്ട്. ഞാനൊരു ആഖാനാണ്. My actions ഒന്ന് വിലയിരുത്തണം, ഒന്ന് കരയണം. കാരണം എനിക്ക് വന്നിരിക്കുന്നവർക്കെല്ലാം സീക്കിങ്, അവർക്കെല്ലാം നീഡ്സ്. ഞാൻ വന്നിട്ട് അവരുടെ ആ ഫ്ലോ ഓഫ് ഗാഡ്സ് വേർഡ് സ്റ്റോപ്പ് ആകാൻ ഇടയാകല്ലേ. വരുമ്പോ ആരാധന ഒരു ചെറിയ കാര്യമല്ല. നീ ആരാധന ഉറക്കെ പായിൽ എടുത്തിട്ട് പോകുന്ന പരിപാടിയല്ല. അവന് എന്നോട് തന്നെ പ്രസംഗിക്കുന്നു.
ഞാൻ കാരണം ദേവദാസനാകുമ്പോൾ നമുക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് when you come, നമ്മുടെ പ്രാർത്ഥന കാരണം we are coming to speak. So my hands should be, my actions should be clean. I mean, it's not just for me. മറ്റുള്ളവരൊക്കെ വേദനയെ തേടാൻ പറ്റുന്നവരാ. ഞാൻ ഉഴപ്പനായി ദൈവത്തിന് ഇഷ്ടത്തിൽ നടക്കാതെ എന്റെ ആക്ഷൻസ് നന്നാകാതെ അവൻ സ്വന്തം ചെയ്യുന്ന നിർമ്മല ഹൃദയമില്ലാത്തവനായിട്ട് ഞാൻ വരുമ്പോ എത്രയോ പേരുടെ ശബ്ദത്തെയാണ് ഞാൻ തടയുന്നത്. അവരോട് ഞാൻ വരുന്ന ഒരു പക്ഷേ എനിക്ക് വേറെ വഴി കാണും. ലോകത്തില് ശൗല് അവൻ സ്വന്തം ചെയ്യുന്നു, ആ വെളിച്ചപ്പാടത്തെ അന്വേഷിച്ചു അവന് വേറെ വഴി കാണുന്നു. വേറെ ഒരു വഴിയില്ലാത്തവർ വരും. ഞാൻ ഉഴപ്പനായി ദൈവത്തെ അന്വേഷിക്കാതെ ആരാധനയ്ക്ക് വരുമ്പോ എത്ര പേരുടെ ദൈവശബ്ദമാണ് ഞാൻ നിർത്തുന്നത്. ഞാൻ ഒരു ആഖാനാകല്ലേ കർത്താവെ, വെടിപ്പുള്ള കയ്യിൽ നിർമ്മല ഹൃദയത്തോടെ വന്നതിന് മുഖം അന്വേഷിപ്പാൻ ഭാഗ്യം തരണേ എന്ന് എപ്പോഴും നാം പ്രാർത്ഥിക്കണം. How will we know that once we seek, we have found? Eventually, once you seek, you will feel a knock on the door of your heart. Because when we read Psalm 24, starting from verse 7, it says, "Lift up your heads, you gates, be lifted up, you ancient doors, that the King of glory may come in." Since sin prevailed in our hearts, that created a door back with Adam and Eve. As soon as they invited sin, a door had been placed on our hearts, and that's why God can enter naturally. Because before, we had eternal communion with God naturally in the world. God would come down every single evening, and He would naturally talk with us. He would have communion with us because there was righteousness in that midst. But ever since sin began, a door had been placed on our hearts. And that's what David's talking about here. It says, "Lift up your heads, you gates. Be lifted up, you ancient doors, that the King of glory may come in." So essentially, eventually, once we seek Him, there's going to be a knock on your heart. പ്രിയമുള്ളവരെ, അവൻ സ്വന്തം ചെയ്യുന്നു. എങ്ങനെ അറിയാം? നീ ആരാധിക്കുമ്പോൾ, നീ അവന്റെ മുഖം അന്വേഷിക്കുമ്പോൾ, അവൻ നിന്റെ അപേക്ഷ കേട്ടു നിന്നോട് സംസാരിക്കുന്നു. എങ്ങനെ അറിയാം? അവൻ കാരണം നീ വാതിൽക്കൽ ഒരു നോക്ക് കേൾക്കും. കാരണം നീ വാതിൽ തുറന്ന മഹത്വത്തിന്റെ രാജാവ് നിന്റെ ഉള്ളിലോട്ട് കയറണം. കിങ് ഓഫ് ഗ്ലോറി ഷാൽ എൻ്റർ യു. ഇമ്മാനുവൽ നിന്റെ ഉള്ളത്തിലേക്ക് കയറണം. അവൻ പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാം, ആധ്യാത്മിക പാപം നിമിത്തം ദൈവസാന്നിധ്യം മനുഷ്യന് വിട്ടുപോയി. ആദമും ഹവ്വയും പാപം ചെയ്തപ്പോൾ അവിടെ പറയും, ഗ്ലോറി ലബ്ധം, ദൈവ തേജസ് അവന്റെ ഹൃദയത്തിനകത്തുനിന്ന് ദൈവസാന്നിധ്യം പോയി. ഹൃദയം വാതിൽ കൊട്ടിയടിക്കപ്പെട്ട് പിശാച വാതിൽ കൊട്ടി അടച്ചു. ദൈവശബ്ദമോ ദൈവത്തിന്റെ സാന്നിധ്യമോ മനുഷ്യൻ അതിനേക്കാൾ ഉപരി അവന്റെ കാര്യം, ഇമ്മീഡിയറ്റ് കാര്യം നടക്കണം. അതിന്റെ പുറകെ ദൈവവും മറക്കും, ആരാധനയെ മറക്കും, എല്ലാം മറക്കും. അതൊക്കെ സെക്കൻഡറി ആകും. അവന്റെ വിഷയം പ്രയോറിറ്റി ആകും. അതുകൊണ്ട് ഇപ്പം ദൈവത്തെ വന്ന് നോക്ക് ചെയ്യണം. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. എവറി കൂൾ ഓഫ് ദ ഡേയില് God used to come down. അവിടെ നോക്കിങ്ങിന്റെ ആവശ്യമില്ല, കമ്മിങ്ങിന് ഹായ് എന്ന് തോളോട് കഴിഞ്ഞിട്ട് ടോക്കിംഗ് ടു ഈച്ച് അതർ. എന്തൊരു ഭാഗ്യം അത്. ഒരു റിസർവേഷനും ഇല്ലാതെ അവരോട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഈ ഒരു അനുഭവമാണ്. ദൈവം എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പാപം വന്നപ്പോൾ തേജസ് പോയി, ദൈവം ഹൃദയത്തിൽ പോയി. ഇന്നവൻ വാതിൽക്ക് വന്ന് നോക്ക് ചെയ്യുക. ഈ സങ്കീർത്തനം കേൾക്കുമ്പോൾ സഹോദര ഫേസ്ബുക്ക് വഴിയിട്ട് ഇന്നോ അല്ലെ പിന്നീട് നീ കാണുകയാണെങ്കിൽ നിന്റെ ചങ്കിനകത്തൊന്ന് നോക്ക് ചെയ്യുക. അവൻ അകത്ത് വരാൻ കൊതിയുക. കാരണം നിനക്കറിയോ, അവൻ കിങ് ഓഫ് ഗ്ലോറിയ, അവൻ തേജസ്സിന്റെ രാജാവാ, അവൻ മഹത്വത്തിന്റെ രാജാവാ. നിന്നെ മഹത്വം അനുഭവിക്കുന്നവനാ, നിന്റെ പാതയ്ക്ക് കുറവ് തീർക്കുന്നവനാ. പക്ഷെ ഇന്ന് അവന്റെ സ്ഥാനം പുറത്താ. ഇന്ന് പകൽക്കാലം he is knocking at the door. നീ വന്നവനെ അന്വേഷിക്കുന്നവരെ നിനക്ക് ആ നോക്ക് കേൾക്കാൻ പറ്റും. അവൻ സ്വന്തം ആ ശബ്ദം കേട്ട് ആരെങ്കിലും ഓപ്പൺ ചെയ്താൽ, ഓ വാതിലുകളെ, അതുകൊണ്ടാ പറയുന്നത്, നിങ്ങളുടെ തലകളെ ഉയർത്തുന്നു, പണ്ടേയുള്ള കഥകളെ. നീ ആരാധനയ്ക്ക് വരുമ്പോ കർത്താവേ നീ ഇവിടെ ഉണ്ട്, എന്റെ ഉള്ളിലേക്ക് കയറ്, വചനമേ എന്റെ ഉള്ളിലേക്ക് കയറ്, എന്നോട് സംസാരിക്കുക. ഹല്ലേലൂയ. He will knock on the door of your soul. Revelation 3 verse 20 echoes this. It says, "Here I am, I stand at the door and knock. If anyone hears my voice and opens the door, I will come in and eat with that person and they with me." ആമേൻ. വെളിപ്പാട് 3:20 പറയും, ഞാൻ വാതിൽക്കൽ നിന്ന് ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട് കൂടെ നിന്റെ കൂടെ ഇരുന്ന് അത്താഴം കഴിക്കുന്നവനാണ് ദൈവം, നിന്നോട് സല്ലപിക്കുന്നവനാണ് ദൈവം, നിന്നോട് സംസാരിക്കും. നീ ഭാരത്തെ കുറിച്ച് നീ തലവെച്ച് പറിക്കാതെ, കാരണം just allow him to enter into your life. നിന്റെ ഭാരം അവനോട് സംസാരിക്കും. ബോർഡം പോകും, കൈ കൊട്ട വിട്ടൊഴിയും.
കഴിഞ്ഞ ശരിയാ എപ്പോഴാണ് പറഞ്ഞ വചനം പറഞ്ഞപ്പോൾ അയ്യോ എന്റെ ജനം എന്റെ വാക്ക് ഇസ്രായേലിന്റെ വഴികൾ കാരണം വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കിയേ നീ പറയുമ്പോ സങ്കടം കേൾക്കും നിന്നോട് കൂടി അങ്ങനെ എന്റെ കുഞ്ഞിന്റെ ഭാരം തീർക്കണം നിന്നോട് കൂടെ അത്താനം കഴിക്കാൻ വന്നിട്ട് ചുമ്മാ കൈ വീശി പോത്തില്ല പടകിൽ പത്രോസത്തെ കയറിയിട്ട് വെറുതെ അവന്റെ ശൂന്യത കണ്ടിട്ട് സിംപിളി വാക്ക് ഓഫ് ചെയ്ത് യേശു പടക് നിറച്ചു കൊടുത്തു നിനക്ക് നിറച്ചു തരും നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കും രാജാതി രാജാവ് വീട്ടിൽ വന്ന ആനന്ദമോ പ്രശ്നത്തിന് പരിഹാരമോ വാതിൽ തുറക്ക് നോക്ക് ചെയ്യുന്നു അവനകത്ത് കയറിയാൽ മഹത്വത്തിന്റെ രാജാവാണ്. So the essential thing is once you seek, you're going to feel a knock on your heart, because what is that knock? A lot of times that knock represents a door that is in front of God and between God and you in your heart. And a lot of times that door is something that you don't want to put away. That door a lot of times is something, it can be an embedded part of your character. It doesn't even have to be a sin exactly. Sometimes some of us are naturally stubborn. Some of us are naturally angry. We get angry. Yes. Some of us naturally react way too fast. Some of us, it doesn't even have to be a sin where you act on. Some of us are unable to listen to people. Yes. We don't take heed to what people say, and we don't understand. Yes. There's a lot of things that are embedded within our soul. And a lot of times, what is that door? The door is that barrier. That door is that thing itself. That thing you are lacking for God to come in. So that door, you have to lift it up. In Psalm 24, it says lift it up. It doesn't say open. It says lift it up, throw it off. Amen. So you have something in your heart you have to throw off in order to let the King of Glory come in and bring glory into your life. പ്രിയമുള്ളവരെ നോക്കൂ, ഒരാൾ വന്ന് മുട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? അകത്തേക്ക് കയറാൻ കഴിയാതെ ഒരു തടസ്സം വാതിൽ. ഇന്ന് പകരി ആരാധിക്കുന്നത് നിന്റെ ഉള്ളിൽ, നിന്റെ വീട്ടിൽ, നിന്റെ ചങ്കിനകത്ത് കയറാൻ കൊതിയുള്ള, നിന്നിൽ വരാൻ കൊതിയുള്ളവനായിട്ട് ഇമ്മാനുവൽ വന്നിരിക്കുന്നത്. പക്ഷെ അവൻ നോക്കിയ ഒരു ബാരിയർ ചിലപ്പോൾ പാപമായിരിക്കണമെന്ന്, ചിലപ്പോൾ പാപമാകും, നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത സിന്ന്, ചിലപ്പം ചിലരുടെ കഠിന ഹൃദയമാണ്, അൺറിപ്പന്റന്റ് മനസ്സാകും. ഇന്ന നിമിഷം നീ ക്ഷമ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ചെയ്തത്? നിന്റെ അനുഗ്രഹത്തോടെ സമാധാനം, അൺറിപ്പന്റന്റ് ഹാർട്ട്. ചിലരുടെ എന്ന് പറയുന്നത് അവൻ സ്റ്റിഫ് നെക്നെസ്, ചിലത് കഠിന ഹൃദയം, ചിലത് അവൻ സ്വന്തം ചെയ്യുന്നു നിയമിറ്റ് അവൻ സ്വഭാവം, ആ സ്വഭാവം ദേഷ്യം, എന്തിനു വന്നാലും ദേഷ്യം. അവൻ സ്വന്തം അവത്തോളം വാദിക്കുന്നത് മുട്ട് അവനകത്ത് കയറാതെ വിടുതലില്ല. അവനകത്ത് കയറാതെ നിന്റെ സാഹചര്യത്തിന് മാറ്റമില്ല. എന്നും നട്ടപ്പൂർ കൊട്ട പറിച്ചപ്പൂർ കൊട്ട അനുഭവത്തിൽ ക്രിസ്ത്യാനിയായിട്ട് പോകാം. അങ്ങനെ മറിച്ച് മന്മന ഒരു കഷ്ടപ്പെട്ട രക്ഷയിലേക്ക് കടക്കുമായിരിക്കും. അതുകൊണ്ടല്ല കാര്യം. വരുമ്പോൾ നല്ലവനും വിശ്വസനാഥൻ കെട്ടിപ്പിടിക്കണം. നാഥൻ നിന്നെ അവൻ നന്മകൾ കൊണ്ട് നിറയ്ക്കണം. അവൻ ഇന്ന് പകൽക്കാലം എന്താണേലും നിങ്ങളുടെ ക്യാരക്ടറാകാം, നിങ്ങളുടെ സ്വഭാവമാകാം, യേശുവിനകത്ത് കയറാൻ തടസ്സമായി നിൽക്കുന്നത്. ഇന്ന് പകൽക്കാലം പറ കർത്താവേ, അവൻ അതെന്താണേലും ഇവിടെ വാതിലുകളിൽ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. അവൻ ലിഫ്റ്റ്, അവൻ പറഞ്ഞാൽ എടുത്ത് വലിച്ചെറിയണം. എന്താണേലും അവൻ ഉള്ളിൽ കയറട്ടെ. കയറിയാൽ നീ ആൾമാറിയവനെ പോലാകും. നിന്റെ ഉള്ളിൽ അവൻ വസിക്കുമ്പോൾ അവൻ ആ പട്ടണത്തിൽ, നഗരത്തിൽ ദൈവം, അതാ പറയുന്നു 48-ാം സങ്കീർത്തനം പറയുന്നു, അവൻ ദൈവം വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ദുർഗമായ ദൈവം നിന്റെ ഉള്ളിൽ വെളിപ്പെട്ട് വരുമ്പോൾ അത് കണ്ടിട്ട് രാജാക്കന്മാർ ഭയപ്പെടും. നിന്നെ ആക്രമിക്കാൻ വരുന്ന പിശാച് പേടിക്കും. അവനോട് കാരണം നിന്റെ ഉള്ളിൽ മഹത്വത്തിന്റെ രാജാവ് ഇരിക്കുമ്പോൾ ഒരു രോഗത്തിന് നിന്നെ തൊടാൻ പറ്റില്ല, ഒരു പിശാചിന് നിന്നെ തൊടാൻ പറ്റില്ല, ഒരു ദുഷ്ടന് നിന്നെ കുതികാലിച്ച് ഉയർത്താൻ പറ്റത്തില്ല, ഒരു വേറെക്കാൻ പറ്റത്തില്ല. കാരണം അവർ കണ്ടു, ഭയപ്പെട്ടു. അവിടെ അവർക്ക് പരിഭ്രമം പിടിച്ചു വന്ന 48-ാം സംഘത്തിൽ പറയുന്നത് രാജാക്കന്മാർ വന്നവരെ തകർക്കാൻ വേണ്ടി. മഹത്വത്തിന്റെ രാജാവ് അവൻ വെളിപ്പെട്ട് വന്നിരിക്കുമ്പോൾ ഒരു പിശാചിനോ രോഗത്തിനോ നിന്നെ തൊടാൻ പറ്റത്തില്ല. പരിശുദ്ധമ പറയുന്ന വചനം ശ്രദ്ധിച്ചു കേൾക്കുക. So don't only open the door, remove it completely so that next time there isn't a need for God to knock. Because what the thing is that in the New Testament it says that Jesus has made us brothers and sisters heirs under the Father. It says we have a sense of family within this godship, this kingship that we have. We have a sense of family. And family doesn't have that many, we don't have barriers as family. Family isn't worried to enter the house like, oh, are you busy? Are you too busy? Like, you're not worrying about that. Naturally, the closest you want to be as a family, you enter the house. You come in, no matter what, you have something to eat. You sit down, you talk. You don't have any doors to knock on. So in the same way, throw off the door so the next time God comes, He doesn't have to knock. Don't break His heart. He
He doesn't have to knock. So he knows he's your father. He doesn't have any barriers between you. പ്രിയമുള്ളവരെ, ആ വാതിൽ ഇന്ന് പകൽ നിന്റെ അനുഗ്രഹത്തിന് തടസ്സം, ആ വാതിൽ എന്താണ് പരിശുദ്ധാത്മാവിൽ വചനം കേൾക്കുന്നതിനോട് വെളിപ്പെടുത്തും. അവൻ നീ അത് തുറക്കുക എന്നുള്ളതല്ല, തുറന്നു കഴിഞ്ഞാൽ വീണ്ടും നീ അത് വരാതിരിക്കും. പറിച്ചേറി തല്ലിപ്പൊളിക്കുക. ഇനിയും കർത്താവ് നിന്റെ വീട്ടിനകത്തോ നിന്റെ ഉള്ളിലോ വരാൻ തടസ്സം വെക്കരുത്. നീയായിട്ട് നിന്റെ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തരുത്. അവൻ മഹത്വത്തിന്റെ രാജാവ്. നിങ്ങൾ ഒരു കാര്യം ഓർത്തം, രക്ഷയിലേക്ക് നിങ്ങൾ വരുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്നു, നിങ്ങൾ അവകാശികളാണ്. ദൈവം നിങ്ങളുടെ അപ്പനാ. ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ കൂട്ട് അവകാശികളാണ്. അപ്പൊ നോക്കൂ, നിങ്ങളൊരു വീട്ടില് അപ്പനപ്പം ഡോക്ടർ ഷെറിയുടെ വീട്ടില് ഡോക്ടറുണ്ട്, അവൻ ഡോക്ടർ ഭാര്യ വിമിയുണ്ട്, അവൻ മകള് ഡാനിയുണ്ട്, മകൻ ജോഷുണ്ട്, ജേക്കബ് ഉണ്ട്. അവൻ ഡാനിക്കും ജേക്കബിനും വിമിക്കും വീട്ടിൽ വന്നിട്ട് നോക്ക് ചെയ്യണം. അവർക്ക് കയറി അവര് ഫ്രീയാ. അവർ അടുക്കള ഡോക്ടറെ കഴിച്ചോട്ടേ ചോദിക്കൂ, ഒരു വന്നെടുത്ത് കഴിക്കുക. ദൈവത്തിന്റെ അപേക്ഷിച്ച് അങ്ങനാണ്. നിർബന്ധിച്ചതിന്റെ ഉള്ളിൽ കർത്താവ് നോക്ക് ചെയ്യുക. അങ്ങനെ ആകല്ലേ. നിന്റെ വീടും നീയും എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. കർത്താവിന്റെ അടുക്ക വന്നിട്ട് ദൈവത്തിന് പല വഴികളാ. അന്നെ ഭക്തന്മാരെ അഴിക്കും. എല്ലായിടത്തും ദൈവം വന്നിറങ്ങിയല്ല. പത്രോസിനെ അയക്കേണ്ടത് പത്രോസിനെ അയക്കും. മനസ്സിലാക്കണം. ദൈവത്തിനെ ഹീൽ ചെയ്ത പറയാം നെഹസ്കിയാവിനെ. ചിലപ്പോ നെഷിയാവിനെ എന്ത് ചെയ്യും? നീ നിന്റെ വാതിൽ തുറന്നു കിടക്കണം. കാരണം നീ ദൈവത്തിന്റെ ഭവനക്കാരനാണ്. നീ ഒരു അന്യവനല്ല. പലപ്പോഴും നീ ദൈവത്തെ അന്യനെ പോലെ ട്രീറ്റ് ചെയ്യുമ്പോൾ നിനക്ക് നഷ്ടപ്പെടുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാനല്ല, പരിശുദ്ധാത്മാവ് പറയുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. So next, we've established the fact that there's going to be a door that you have to open, and I'd rather say throw it away. So once you seek, you feel a knock, and according to that knock, you must react. You have a responsibility to react to that. Put off the door so he can enter at all times. And once he enters, what happens in your life? The third point I want to talk about, when the King of Glory comes in, he brings transformation. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ വാതിൽ തുറന്നിടുക എന്നല്ല ഞാൻ പറയുമ്പോൾ വലിച്ചു തൂരിയേറി ഇനി ആ രാജാവിന് കയറി വരാൻ തടസ്സം ഉണ്ടാകില്ലേ? ഒരു വിധത്തിലും ആ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിച്ച അത്ഭുതങ്ങളുണ്ട്. അവൻ കയറിയാൽ എന്താ ഗുണം? അവൻ സ്വന്തം ചെയ്യുന്ന ഇപ്പൊ പറഞ്ഞവനെ ട്രാൻസ്ഫോർമേഷൻ. രൂപാന്തരം കൊണ്ടുവരും. നിന്റെ ഉള്ളിൽ മാറ്റം കൊണ്ടുവരും. നിന്റെ വീട്ടിൽ മാറ്റം കൊണ്ടുവരും. കയറി വാതിൽ അടച്ചിടരുത്. കഴിഞ്ഞ ആഴ്ച അവൻ പ്രിയ പ്രാർത്ഥന, മഹത്വത്തിന്റെ രാജാവ് കയറട്ടെ, പ്രാർത്ഥനകൾ നടക്കട്ടെ, ദൈവശക്തിയെ ഇറങ്ങട്ടെ, തടസ്സം നിൽക്കരുത്. ഡോണ്ട് ഹിൻഡർ. ഇന്ന് പകൽക്കാലം പിശാച് നിന്റെ വീട്ടിൽ കുടികുത്തി വാഴുമ്പോൾ ഇറങ്ങട്ടെ, ശകീന വരട്ടെ. അവൻ പറഞ്ഞു, ഭക്തന്മാർ കയറി ഇറങ്ങട്ടെ. എനിക്കുള്ള അനുഗ്രഹം ഈ വീട് തുറന്നിട്ട്. അയ്യോ, ഞങ്ങളുടെ ആനന്ദം അതാ. മീറ്റിംഗ് ഹൗസ് റോഡിൽ ഏത് നേരത്തും പറയും, ഏത് നേരത്തും ആർക്ക് കയറി വരാം. ഹിൻഡ്രൻസ് ഇല്ല. അവൻ ഈ ഭവനം നമ്മുടെ എന്റെ അല്ല, കർത്താവിന്റെയാ. ഞാൻ പറയും 24/7 വിളിക്കാൻ പറയും. 24 ഉറക്കത്തിന് മധ്യത്തിൽ വിളിച്ചോ വരണം പാസ് വാത് പറയും. കാരണം എന്റെ വീട് തുറന്നു കിടക്കട്ടെ. എപ്പോ വന്ന് കയറാനാണേലും ആർക്ക് വന്ന് കയറാനാണേലും അവൻ വെളിച്ചം ചോദിച്ചു വരുന്ന ഏതു നേരത്തും നമുക്കുള്ളത്, നമ്മുടെ കുടുംബം, നമ്മുടെ ഭവനം, നമ്മുടെ വാഹനം യേശുവിനായി തുറന്നു കൊടുക്കട്ടെ, കിടക്കട്ടെ. അവൻ സ്വന്തം ചെയ്യുന്നു. നോക്കൂ, അവൻ വന്നാല് അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ ഉള്ളിലേക്ക് കയറിയാൽ നമ്മുടെ സ്ഥിതികളെ മാറ്റും. അവൻ അത്ഭുതങ്ങളുടെ തേജസ്സിന്റെ ദൈവം. അവൻ പ്രകാശപ്പെടുത്തും, അന്ധകാരം അകലും. അവൻ കയറാതെ ഉദ്ധാരണമില്ല. അവൻ കയറാത്തിടത്തോളം കാലം പിശാച് അവിടെ കുടികുത്തി വാഴും. അവൻ ഇന്നു പകൽ പിശാചിനെ പുറത്താക്കാൻ, ഡാർക്ക്നെസ്സിനെ പുറത്താക്കാൻ ലൈറ്റ് എപ്പോഴും നിന്റെ അകത്ത് കയറണം. So we can see that when the King of Glory enters, in the psalm it says, in verse 8 it says, who's this King of Glory? The Lord strong and mighty, the Lord mighty in battle. So one thing that he brings is victory. He brings a fight against the sin and struggles of the world that you go through, because again, it's impossible to always keep clean hands, because us naturally we are bound by sin. We are something worthy of pity. We have no strength against this. So God will make you strong and mighty in battle against this, so that it's not just you keeping your hands clean, it is God keeping your hands clean. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർക്കണം. ഈ മഹത്വത്തിന്റെ രാജാവ് എന്തിനാ കയറേണ്ടത്? മഹത്വത്തിന്റെ രാജാവ് ആരാ? നിനക്കറിയാമോ?
നീ ക്ഷീണതയായിരിക്കാം, നീ ബലഹീനനായിരിക്കാം, നിനക്ക് അവിശുദ്ധി നിൽക്കാൻ പ്രാപ്തിയില്ലായിരിക്കാം. നീ ആ വാതിൽ തുറക്ക്, അവൻ കേറട്ടെ. നിനക്ക് ബലം നഷ്ടപ്പെട്ടു, ടയേർഡ്, നിനക്ക് പോരാൻ നീ പലയിടത്ത് പരാജയപ്പെട്ട് വീഴ്, സാരമില്ല, വാതിൽ തുറക്ക്, കേറട്ടെ. ബലവാൻ നിന്നെ താങ്ങും, അവൻ നിന്നെ എഴുന്നേൽപ്പിക്കും. ഇന്ന് വീണ് കിടക്കുന്ന മേഖലകളിൽ, സിന്നിൽ നീ അടപ്പെട്ട് കിടക്കുന്ന മേഖലകളിൽ അവൻ നിന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച് മാറത്ത് ചാടി നിൽക്കുമാറാക്കും. ആർക്കും അറിയാത്ത പാപങ്ങൾ നീ കുലുങ്ങി കിടക്കുന്ന മേഖലകളിൽ അവൻ നിന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് താങ്ങി നിർത്തും. കാരണം ഒരിക്കലും വെടിപ്പുള്ള കൈ നിർമ്മല ഹൃദയം പ്രാപിപ്പാൻ നമ്മുടെ സ്വയമായ പാപത്തിന്റെ സാഹചര്യങ്ങൾ അസാധ്യമാണെങ്കിലും അതിനാ പറഞ്ഞ കുഞ്ഞെ, വാതിൽ തുറന്നു കൊടുക്ക, രാജാവ് കേറട്ടെ. നിന്നെ താങ്ങി നിർത്താൻ ബലവാനും. അവന്റെ പ്രത്യേകത യുദ്ധവീരനോ. നിന്റെ യുദ്ധങ്ങളെ നടത്താൻ യുദ്ധം നീ തളർന്നു കിടക്കും, നിന്നെ കൊണ്ട് വയ്യ, ഇനിയും വയ്യ കർത്താവേ, എഴുന്നേൽക്കാൻ പോലെ പ്രാർത്ഥിക്കാൻ പോലും വയ്യാന്ന് കിടക്കുമ്പോ അവൻ കയറട്ടെ. നിന്നെ ചാരി നിർത്തുമെന്ന് മാത്രമല്ല, യുദ്ധവീരൻ നിനക്ക് വേണ്ടി യുദ്ധങ്ങളെ നടത്തും. നിന്റെ തലമുറകളെ രക്ഷിക്കാൻ അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിന്നെ പിശാചിന്റെ തമ്പലിൽ നിന്ന് വിടുവിപ്പാൻ, നിന്റെ ജീവനെ രക്ഷിപ്പാൻ അവൻ നിനക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. നിന്റെ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറക്കാൻ അവൻ നിനക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. കാരണം ഭൂതലവും അതിന്റെ നിറവും ആർക്കുള്ളതാ? അവനുള്ളതാ. ഭൂതലത്തെയും അവൻ ഭൂമിയെയും സമുദ്രത്തിന്മേൽ സ്ഥാപിച്ചവന്. അവനാണ് നിന്റെ വഴികളെ തുറക്കുന്നത്. അവനാണ് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളെയും ഗുപ്തനിധികളെയും തരുന്നവന്. അവൻ നിന്റെ വാതിൽ തുറന്നിട്, അവൻ കയറട്ടെ. നിന്നെ കൊണ്ട് കഴിയാത്തിടത്തോളം നിനക്ക് വേണ്ടി ബാറ്റിൽ നടത്തും. വഴി തുറക്കാത്തടത്ത് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത് വഴികൾ തുറക്കും. ഇന്ന് പകൽക്കാലം നീ അവനെ ഡിസേൺ ചെയ്യാൻ അവൻ നിന്നെ സഹായിക്കും. അവൻ നിന്നോട് സംസാരിക്കും. ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. വണ്ടർഫുൾ കൗൺസിലറായിട്ട് അവൻ കൂടിയിരിക്കും. തള്ളിക്കളയാത്ത ദൈവം, എത്ര മനോഹരമായ ദൈവത്തിന് വചനം. പരിശുദ്ധാത്മാവ് അതിനെ മുറുക്കി തരുമ്പോൾ how great it is. The second thing that comes is his presence itself. As I said, it depends on the way you open the door. You can open the door and close it again, but if you remove the door between them completely, he comes in his family. He can make his home there. So there's so many doors you can open in your life. There's the individual door within your heart. Okay, you can let God make his home in your own soul. But what else will you open up for him? Will you open up the door of your family so that he can bring change in your family? Will you open the door of your house itself so the men of God and the church can hold glorification of God within your home? Will you open the door for God to enter your close circle, your friends around you, so he can bring change? Wherever you see wrong or sin, will you open the door there for him so he can bring change to your family, everything around you? So there's a lot of doors that you can open and remove. നിങ്ങൾക്ക് തുറക്കാൻ പറ്റുന്ന ഒത്തിരി വാതിലുകളുണ്ട്. പരിശുദ്ധമ്മ പറയുന്നു, നമ്മൾ ഒറ്റ വാതിൽ, ഞാനെന്ന വാതിലിനെ കുറിച്ച് അവിടുത്തെ പറഞ്ഞു. അപ്പം അത് തുറക്കുകയല്ല, അത് പറിച്ചെറി എപ്പോഴും വസിക്കട്ടെ. എത്ര അതേപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റും അനേക വാതിൽ. നിങ്ങളുടെ വീട്, ആ വീടിന് ഒരു വാതിലല്ലേ. ചില വീടിന്റെ ലിവിംഗ് റൂം അല്ല യേശുവിന് വേണ്ടി, ഇല്ലെങ്കിൽ ബേസ്മെന്റ് അല്ല യേശുവിന് വേണ്ടി തുറന്നിട്ടേക്കാം. അവൻ എപ്പോഴും നിന്റെ വീടിന്റെ എല്ലാ മുറികളും, നിന്റെ വീടിന്റെ ഹൃദയത്തിന്റെ എല്ലാ മുറികളും. തമ്പിയുടെ ഹൃദയം ഒരു ഇത് ട്രാക്ടറിൽ വായിച്ചു കാണും. തമ്പിയുടെ ഹൃദയത്തിൽ ഒത്തിരി മുറികളിൽ എന്തെല്ലാം കയറി വസിച്ചു. ഹൃദയത്തിന്റെ എല്ലാ അറിവുകളും മാത്രമല്ല, അതിൽ ചൂട് പരിശുദ്ധാത്മാവ് അതിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ നിന്റെ കുടുംബം മുഴുവൻ, നിന്റെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ. കാരണം അവൻ കയറട്ടെ അതിനകത്ത്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു റൂം ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിന്റെ റൂമിന്റെ ഡോർ. കാരണം നീ കൂട്ടുകാരുമായി ഇടപെടുമ്പോൾ അവിടെ അവൻ നിന്നോട് കൂടെ കാണട്ടെ. അവൻ അവിടെ വരുമ്പോൾ കൂട്ടുകാരുടെ ഇഷ്ടത്തിന് നീ ഒന്നും മിണ്ടാ, അങ്ങനല്ല. അവൻ വരട്ടെ, എന്റെ നിന്നിൽ കൂടി കൂട്ടുകാരോട് അവൻ സംസാരിക്കട്ടെ. അവൻ എപ്പോഴും ഇറങ്ങാനും. നിന്റെ ജോലിയിലാണെങ്കിൽ ഹല്ലേലൂയ, ആ ജോലി ദൈവവും നമ്മൾ പറയും ചർച്ചും ഗവൺമെന്റും തമ്മിൽ അമ്മൻ സ്വതന്ത്രം ചെയ്യുന്നു. ഞാനൊരു കാര്യം പറഞ്ഞില്ല കഴിഞ്ഞ അമ്മൻ സ്വതന്ത്രം ഇത് പറയുമ്പോൾ അമ്മൻ കുറ്റം വിധിച്ചോണ്ട് പറയുന്നല്ലോ. ഞങ്ങളുടെ ജോലിയില് അമ്മൻ സ്വതന്ത്രം ചെയ്യുന്നു. കഴിഞ്ഞ മാനേജ്മെന്റ് റിവ്യൂവില് എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത്. ഞങ്ങളുടെ അവൻ ഏറ്റവും ഓണറായിട്ടുള്ള ജോണ് വന്നിട്ട് പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് തോമസ് ഒരു കാര്യം പറയാനുണ്ട്, അവൻ പ്രാർത്ഥിക്കണ്ട. ഓക്കെ, അതെ. കാരണം ഐശ്വര്യയെ പോലെയുള്ള ഹിന്ദുസ് ഒക്കെ ഉണ്ട്.
ഞാൻ യേശുവിന്റെ കൈ പിടിച്ച് പ്രാർത്ഥിക്കുമല്ലോ ജോണെ, അവിടെ യേശുവിന്റെ നാമത്തിൽ അവിടെ കൈ പിടിച്ച് പ്രാർത്ഥിക്കും. അല്ലാതെ ഐശ്വര്യ മാത്രമല്ല, വേറെ പലരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചങ്ങ് പ്രാർത്ഥിക്കാം. പുള്ളി അറിഞ്ഞു, ഓക്കെ യു ദ ബോസ്, പക്ഷേ നോ സാഡ് എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഈ കഴിഞ്ഞ മിനിഞ്ഞാന്ന് ഐശ്വര്യ കൊണ്ട് എന്ത് ചെയ്തു? റെസിഗ്നേഷൻ ലെറ്റർ കൈകൊണ്ട് ജാക്കിന് അപ്സെറ്റാണ്, ജോണിന് അപ്സെറ്റ്. അവിടെ ഇമിഗ്രേഷൻ പേപ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഈ കമ്പനി ചെയ്തതാണ്. ഇന്ന് പകൽ എന്നെക്കാൾ ഞാൻ കളിയായിട്ട് പറയുന്നല്ല, ശുദ്ധ എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ അവിടെ ഒന്നും പറഞ്ഞല്ലോ, എനിക്ക് വലിയ വിഷമമാണ്. ഐശ്വര്യയുടെ പേരാ ഉപയോഗിച്ച് ഒരു മാസം പോലും പിടിക്കേണ്ടി വന്നില്ല. ഈശ്വര റെസിഗ്നേഷൻ കയറിയിട്ട് ഇന്ന് പകൽ നിന്റെ ദൈവത്തിന് പകരമായി നിന്റെ വീടിനെ ഉയർത്തിയാൽ നിന്റെ വീട് നിനക്ക് കഷ്ടപ്പെടും, നിന്റെ ഭാര്യ ഭാര്യ നിനക്ക് കഷ്ടപ്പെടും. ഞാൻ പറയുമ്പോൾ വാക്യം യേശു പറഞ്ഞ അങ്ങനെയല്ലേ, അവൻ എന്റെ നാമനിമിത്തം എന്തിനെങ്കിലും കളഞ്ഞാൽ അതിനെ, എന്തിനെങ്കിലും എന്റെ നാമത്വം നീ കളയാതെ പിടിച്ചാൽ നിനക്ക് എന്ത് ചെയ്യും? അങ്ങനെ തന്നെയാണ് യേശു പറഞ്ഞത്. ഞാൻ പറഞ്ഞ വാക്യമല്ല. ഇന്ന് രാത്രി പരിശുദ്ധമ പറയുന്ന വചനം കേൾക്ക്. കാരണം നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വലുതാ. നീ കാണുന്ന പോലെയല്ല, നിന്നെ പ്രഷ്യസ് ആയിട്ടാണ് ദൈവം കാണുന്നത്. നീ ജസ്റ്റ് വിശ്വാസിയല്ല, നീ ശുശ്രൂഷകനാ, നീ ശുശ്രൂഷിക്കുക. എന്റെ വീട്ടിനകത്ത് നിയമങ്ങൾ ഒന്ന് കേട്ട് വചനം കേട്ട് പോകണം. സ്നാനം തീരുമാനം എടുക്കണം. നീ നേരെ തീയിലേക്ക് വലിച്ചെടുക്കണം. ചുമ്മാ ഉഴപ്പരായി ഞായറാഴ്ച ക്രിസ്ത്യാനികളായിട്ട് വന്നു പോകാനല്ല ദൈവം നമ്മെ വിളിച്ചേക്കുന്നത്. നിങ്ങളുടെ ചുറ്റുപാടും ഒത്തിരി പേരുണ്ട് ഫെയ്ത്തിലേക്ക് വരാൻ. നീ നിന്റെ വീട്ടിൽ പ്രാർത്ഥനകൾ ആരംഭിക്കണം. അങ്ങോട്ടും കൂടെ നമ്മൾ പോയി ഹെൽപ്പ് ചെയ്യാൻ പറ്റുമ്പോഴൊക്കെ പോയി ഹെൽപ്പ് ചെയ്യണം. ആത്മാക്കളെ നടണം. നാളുകളേറെയില്ല പ്രിയമുള്ളവരെ. പരിശുദ്ധമ്മ പറയുന്നത് എന്തെന്ന് ശ്രദ്ധ. ഒപ്പം നിന്റെ കൂട്ടുകാരുടെ വലയം നീ യേശുവിനായി തുറക്കണം. നിന്റെ ജോലിയിലെ വലയം നീ യേശുവിനായി തുറക്കണം. ഈ ജോലി പറഞ്ഞാല് ജോലി പോകുമെന്ന് കഴിഞ്ഞ ദിവസം ഫ്രിഡ്ജിൽ പോയി പാവത്തിന് കിട്ടുന്ന നല്ല നന്നായി നീ. കാരണം പുള്ളിക്കാരന് എന്തോ ദൈവം കൊടുത്തൊക്കെ പറയാ ആരോടും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ന്യൂയോർക്കില് അല്ലെങ്കിൽ പുള്ളി കിട്ടുന്നത് നന്നായിരുന്നു. പുള്ളിക്കാരി റബ്യൂക്ക് ചെയ്തു പുള്ളിയെ, നീ അങ്ങനെ ചെയ്യരുത്. കാരണം ഞാൻ കാറിൽ കയറി പ്രാർത്ഥിച്ചപ്പോ എല്ലാവരും കണ്ട് ഇത് ചെയ്താല് അവൻ അത് പുള്ളി പിണങ്ങി. പുള്ളിക്കാരോട് പിണങ്ങി. പുള്ളിക്കാരോട് പറഞ്ഞു യേശുവിന് വേണ്ടി ശരിയാ ശത്രു, നീ നിഷ്കളങ്കതയോടും പ്രാർത്ഥന ആരില്ല നിനക്ക് അറിയാണ്ടല്ലേ. പൗലോസിനൊക്കെ എന്തെല്ലാം കൊണ്ടുവന്നു. പൗലോസ് തളർന്നോ? ഇല്ല. നിന്ദിച്ചു, നഗ്നരാക്കി അടിച്ചു. പക്ഷെ യേശുവിന്റെ നാമനിമിത്തം ഏത് കഷ്ടം, അതാ സുവിശേഷം നിമിത്തം കഷ്ടം വരും. ചിലത് പോഷത്രം കാണിക്കുന്ന പറയും. പക്ഷെ നീ പോഷത്രം കാണിക്കണ്ട. സുവിശേഷം പറയുന്ന ഒരിക്കലും പോഷത്രമല്ല. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരിക്കലും പോഷത്രമല്ല. ഈ ദിവസങ്ങളിൽ യേശുവിന് വേണ്ടി ഡോക്ടറൊക്കെ ആണെങ്കിൽ എന്ത് റിസ്ക് എടുത്തത്. ജോലി വരുന്ന ആളുടെ അങ്ങനെ പറയാൻ അനുവാദമില്ല. കഴിഞ്ഞ ദിവസം ജോയൽ ഗാരവി എന്ന് പറഞ്ഞ ആ പ്രിയ ബ്രദർ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. പുള്ളിക്ക് 26 നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകം നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന 26 പുള്ളിക്ക് ബ്രെയിൻ സർജറി ചെയ്തു. മൂന്നാമത്തെ സർജറിയാണ്. ബ്രെയിൻ വെട്ടിപ്പൊളിച്ചുള്ള സർജറി. പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. 28 സർജറി. പുള്ളിനെ വിളിച്ചു. പുള്ളിക്കാണെങ്കിൽ ഒരു ബാലൻസ് ഇല്ല. പലവട്ടവും വീണ് വായിലെ പല്ലൊക്കെ ഇടിച്ച് പൊടിച്ച് എപ്പോഴും പോവും ഇംബാലൻസ് ആയിട്ട്. അവൻ ഭാര്യ ഉപേക്ഷിച്ച് പോയി, പിള്ളേർ ഉപേക്ഷിച്ച് പോയി. എല്ലാവർക്കും സമ്പത്ത് മതി. ഈ ലോകത്തിൽ അത്രയേ ഉള്ളൂ ലോകത്തിന്റെ സ്നേഹം. അദ്ദേഹം വിളിച്ചു. എന്താ കാരണം? ഒരു ഡോക്ടർ വന്നപ്പോ യേശുവിനെ കുറിച്ച് പറയാൻ മനസ്സ് വെച്ചുകൊണ്ടല്ലേ വിളിച്ചു. അനേകർ ജോലി മാറ്റി വെക്കുമ്പോൾ യേശുവിനെ കുറിച്ച് പറയണം. എന്നിട്ട് യേശുവിൻ നിന്റെ ഡോർ യേശുവിന് എപ്പോഴും തുറന്നിരിക്കണം. ജോലി പോലെ പോട്ടമ്മേ, ജോലിയല്ലേ എന്നെ നിങ്ങളെ നടത്തുന്നത്. യേശുവ നാളുകളിൽ നിന്ന് നമുക്ക് ഏറെയില്ല. കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ നാള് വരുന്നതിന് മുമ്പ് അയച്ചവരുടെ വേല നാം തേക്കണം. അതുകൊണ്ട് നമ്മുടെ എല്ലാ ഡോർസ് whatever it is, എല്ലാ റിലേഷൻഷിപ്പിന്റെ നമ്മുടെ ഡോർസ് ആണ് അത് യേശുവിനെ തുറന്നിട്ട്. നിന്റെ മക്കളുമായിട്ട് യേശുവിനായിട്ട് തുറന്നിട്ട് വന്ന മക്കളോടും യേശു സംസാരിക്കട്ടെ. അവൻ എങ്ങും സെക്ലൂഡഡ് ആയിട്ട് നിനക്കൊരു റൂമും ഉണ്ടാകാൻ പാടില്ല. And when you open these doors, God enters the room so that whoever is in that room can see God's face. Amen. And when we look at it in 2 Corinthians 3 verse 18, it says, and we all who with unveiled faces contemplate the Lord's glory. So when you see God's face, when you're in that room seeing His glory, it says we are then being transformed into His image with ever increasing glory. So whoever is in that room, whatever rooms you invite Him into, everything and everyone in it will ever increasingly be transformed into God's glory. We will become alike to Him. We will continually to grow into His glory. Amen. 2 Corinthians 3 verse 18.
3:18 വാക്യത്തില് അവൻ ശ്രദ്ധിക്കുമ്പോൾ, നീ അങ്ങനെ കർത്താവിനെ കഥ തുറന്ന് അകത്തേക്ക് കയറ്റുമ്പോൾ സംഭവിക്കുന്നൊരു മൂടുപടകം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ എങ്ങനെയാ? കണ്ണാടി പോലെ. ഇന്ന് ലോകം കാണുന്നതിന്റെ മുഖത്തെ കരിവാളിച്ച മുഖമാണ്. തേജസ് ഇല്ലാത്ത എല്ലാവരും നിന്നെ രീതി ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താ? യേശുവിനായി നിന്റെ വാതിൽ തുറന്നിട്ടിട്ടില്ല. അവനകത്ത് കയറിയാൽ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാല് മൂടുപടം അങ്ങ് മാറും. നമ്മുടെ മുഖത്ത് കിടക്കുന്ന മൂടുപടം നമ്മുടെ സ്വഭാവങ്ങളാവുന്ന മൂടുപടമാണ്. മനുഷ്യരെ നമ്മൾ അകറ്റുന്ന മുള്ളു പോലെയുള്ള സ്വഭാവങ്ങളാണ് മൂടുപടം മാറിയിട്ട് എന്നാൽ മൂടുപടങ്ങൾ നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ ഗ്ലോറിയെ ഒരു മിറർ പോലെ റിഫ്ലക്ട് ചെയ്യുന്നവരായിട്ട് സ്വന്തം നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്മേൽ തേജസ്. ഈ വാദം തുറന്നിട്ടോ നീ തേജസ്മേൽ തേജസ് പ്രാപിക്കും. ആരും നിന്നോട് അകന്നു പോകത്തില്ല. എല്ലാവർക്കും നിന്നോട് അടുത്തു വരാൻ ഒരാഗ്രഹം കാണും. അവർ യേശുവിനെ നിന്നിൽ കൂടി കാണും. ഇന്ന് പകൽക്കാലം അതുകൊണ്ടാണ് വാതിൽ തുറന്നിടേണ്ടത്. കാരണം തേജസ്മേൽ തേജസ് പ്രാപിക്കാൻ. അതുകൊണ്ടാണ് വിശുദ്ധീകരണം. അതുകൊണ്ടാണ് സ്വീകരിക്കേണ്ടവരുടെ മുഖം. കാരണം തേജസ്മേൽ തേജസ് പ്രാപിപ്പാൻ. കേവലം മീഡിയോക്കറായി ക്രിസ്ത്യാനിയായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു മരിച്ചടക്കപ്പെട്ട് പോകാനായിട്ടില്ല. കണ്ണാടി പോലെ അവന്റെ ഗ്ലോറിയെ അവൻ റിഫ്ലക്ട് ചെയ്യാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. So wherever you invite him into, anything and everything in that room sees God's face, and they are transformed in his ever-increasing glory. So his glory comes into our lives. Living and non-living will testify of the glory of God. And even God bless Sheena Auntie. She was talking about it when we were at her house praying. Sheena Auntie dedicates a lot in her life to God, and we see God's work happen there. You talked about how you blessed that shed so that no longer only God's glory may happen there. Nothing that is without God's will may happen there. You took water, you prayed over it, you splashed it and prayed. You opened the door. Okay, there's so many doors you can open. You can open the door of that shed itself. And what happened there? Not once again, not then did drinking or anything happen there. God's glory ever increased in that room. So living and non-living will testify to God's glory and change. Living and non-living will change. It will testify to God's glory and change. പ്രിയമുള്ളവരെ, ഈ വാതിൽ തുറന്നിട്ട് നാഗം കയറുക ചെറിയൊരു കാര്യമല്ല. അവൻ കയറിയാല് ജീവനുള്ളതിനും ജീവനില്ലാത്തതിന്മേലും തേജസ് വ്യാപരിക്കും. അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ കണ്ണാടി പോലെ നിങ്ങൾ അവന്റെ തേജസ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾക്ക് തേജസ്മേൽ തേജസ് വഹിക്കുന്നതല്ല, നിന്റെ വീട് ഉൾപ്പെടെ സകല കാര്യങ്ങളും അവിടെ അന്ധകാരത്തിന് പിന്നെ ലൈറ്റ് അവിടെ വ്യാപരിക്കുമ്പോഴത്തെ ഡാർക്ക്നെസ് നിൽക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ശനിയാഴ്ച ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥനയിൽ താൻ സാക്ഷ്യം പറയാൻ എഴുന്നേറ്റപ്പോൾ തന്റെ ഹസ്ബൻഡ് ഒരു ഡ്രിങ്കിങ് പേഴ്സൺ ആണ്. ഒത്തിരി ഡ്രിങ്ക് ചെയ്യും. അവൻ സ്വന്തം ചെയ്യും. ഒത്തിരി കഷ്ടങ്ങൾക്ക് ഉപയോഗം ഒത്തിരി എല്ലാ സാക്ഷ്യങ്ങളും പറയാൻ സമയമില്ല. ഇനി സമയം കിട്ടുമോ പ്രിയദാസ്യത്തെ ആത്മീയമായി ശക്തയാക്കുമ്പോൾ നിന്ന് തന്റെ ശുശ്രൂഷ അധികാരത്തോടെ ശുശ്രൂഷിക്കട്ടെ. ഹീലിംഗോടുകൂടി ഒത്തിരി പേർ ഹീലിംഗ് തിരക്കണം. കൃപാവരങ്ങളോട് ഉപയോഗിക്കട്ടെ. താൻ പറഞ്ഞൊരു കാര്യം, തന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു ഷെഡ് ഉണ്ടാക്കി, വീടിനോട് ചേർന്ന് ഒരു ഷെഡ്. പ്ലാൻ ഇതായിരുന്നു, ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ എല്ലാവർക്കും അവിടെ ചെണ്ടയും എല്ലാം അങ്ങനെ കുടിച്ചിട്ട് പാട്ടുപാടി ആനന്ദിക്കാനും ബഹളം ഉണ്ടാക്കാനും ഒക്കെയാ ചെയ്തത്. എന്നാൽ പ്രിയദാസുടെ മേൽ ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചിട്ട് അവൻ സ്വന്തം പറഞ്ഞു, ഞാൻ അതിനകത്ത് പോയി പ്രാർത്ഥിക്കാൻ പോവാ. വാതിലങ്ങോട്ട് തുറന്നിട്ട് അതിനകത്തോട്ട് പോയി അവൻ പാത്രത്തിൽ വെള്ളമെടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഓരോ മൂലയിൽ തളിച്ചിട്ട്, കർത്താവേ ഈ സ്ഥലം നിനക്കുള്ളതാണ്, ഇവിടെ അശുദ്ധമായതൊന്നും സംഭവിക്കാൻ പാടില്ല. സ്പ്രിങ്കിൾ അവൻ ആ വെള്ളം തളിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയോ, താൻ പറഞ്ഞ സാക്ഷ്യമാ. കഴിഞ്ഞ വ്യാഴ്ച പ്രാർത്ഥന ഒന്നവർ കേട്ട് കാണും. എന്നിട്ട് പുള്ളി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കി ചെണ്ടയും കൊണ്ടും എല്ലാം ഉണ്ടാക്കി വെച്ചതല്ല. അത് ഇവിടെ വരുമ്പോ കൂട്ടുകാരെല്ലാം വരും. അകത്ത് കയറിയൊന്ന് കുടിക്കാനോ ഇവരുടെ പാട്ടും കൂത്തും ആടാനോ ഇന്ന നിമിഷം വരും. ഹൈവേ പറഞ്ഞിട്ട് അവർക്ക് തിരിഞ്ഞു പോകും. ഇന്നേ നിമിഷം വരെ ഇട. അതുകൊണ്ടാണ് നിന്റെ വീട് മഹത്വത്തിന്റെ രാജാവിന് തുറന്നു കൊടുക്കുക. നീ അവിടെ പോയി ഷഹീന കയറാൻ അനുവദിക്കുക. അനാവശ്യമായ ഒന്നും കാലുവെക്കാൻ സമ്മതിക്കില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ശരിയാലും കേട്ടത് ആ സാക്ഷി. ഇന്ന് പകൽക്കാലം നിന്റെ വാതിലുകൾ തുറക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് കയറിയാൽ നിന്റെ ഭർത്താവോ നിന്റെ ഭാര്യയോ നെഗറ്റീവ് ആണേലും അത് കേൾക്കണ്ട. ഇതൊരു കേൾക്കണ്ട. അവൻ ദൈവഹിതമില്ലാത്തൊരൊറ്റ കാര്യം പോലും നടക്കാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല. കാരണം മഹത്വത്തിന്റെ രാജാവോടുള്ളപ്പോൾ എങ്ങനെ അന്ധകാരത്തിൽ നിൽക്കാൻ പറ്റും? പിശാചലറി ഓടും. മഹത്വത്തിന്റെ രാജാവ് കയറുന്നതിനെ കൂടി പല കാര്യം പറയും. വേറൊരു കാര്യം പ്രിയ സഹോദരി പറഞ്ഞത്, അവൻ ദാസി പറഞ്ഞ് ഉറപ്പിക്കുക. അവൻ സ്വന്തം തന്റെ ഹസ്ബൻഡ് പറയും, നീ പ്രാർത്ഥിച്ചല്ലേ മാഡായിട്ട് ചോദിക്കുക.
അവൻ சொல்லுதா മൗത്തത്തിന്റെ രാജാവ് അതോട് കയറിയ പിശാചിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവി വചനം വരുമ്പോൾ ചുമ്മാ പ്രസംഗാലെ ഇളക്കൽ, ഇത് ജീവിതാനുഭവത്തോടുള്ള ബന്ധത്തിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ട്രാൻസ്ഫോംഡ് ആകാൻ പരിശുദ്ധമാവൻ തേജസ് കയറട്ടെ. നിന്റെ ഡോറ് തുറന്നു കിടക്കും. പരിസര ഡോറ് വേണ്ട. അവൻ ഏത് നേരത്തും വന്ന് നിന്നിൽ വസിക്കാൻ, നിന്റെ ഭവനത്തിൽ വസിക്കാൻ, നിന്റെ വീട്ടിൽ വസിക്കാൻ, അവന്റെ കുടുംബജീവിതത്തിൽ വസിക്കാൻ, ഏതെല്ലാം റിലവൻസ് ഉണ്ടോ നിന്റെ ലൈഫിൽ അവിടെ എല്ലാം ദൈവത്തിന് എപ്പോ വേണമെന്ന് തരാൻ അങ്ങനെ കൊടുത്താൽ കണ്ണാടി പോലെ അവൻ ഗ്ലോറി റിഫ്ലക്ട് ചെയ്യുന്നവരായി ഒത്തിരി പേരെ കൃപയിലേക്ക് വരുത്തുന്നവരായി തീരുവാൻ നിന്നെ കൊണ്ട് കഴിയും. So this is how the generation is of those who seek. അതുകൊണ്ടാണ് പറയുന്നത്, ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവർ. Do you want to? അവൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ആ തലമുറയാണ്. പരിശുദ്ധം ചോദിക്കുക, ചുമ്മാ അവൻ രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ടു എന്റെ യേശു പറയാ, he wants not a Pentecostal. അവന് ഒരു ബന്ധുവസുകാരനെ വേണ്ട, അവന് മർത്താവക്കാരനെ വേണ്ട, കത്തോലിക്കനെ വേണ്ട, ഓരോരുത്തർ ബലാക്കക്കാരനെയും വേണ്ട. അവൻ സ്വന്തം ചെയ്യുന്നു. അത് മാറിയിരിക്കുന്ന എന്തിനാ? അവൻ സ്വന്തം അവന് വേണ്ടത് അവനെ സീക്ക് ചെയ്യുന്നവരുടെ ജനറേഷൻ, അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ, അവനെ എപ്പോഴും അകത്ത് കൊണ്ടുവരാൻ കൊതിയുള്ളവരുടെ തലമുറ, എപ്പോഴും അവന് വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുന്നവരുടെ തലമുറ, അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ ഇത് തന്നെ. Remember that such is the generation of those who seek Him, who seek the face of the God of Jacob. ആമേൻ. യാക്കോബിന്റെ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. So in this way we can seek and we find. So when we seek, we will have a knock on the door of our heart. We can open it temporarily or we can remove it. And there's so many doors we can open. Open, and any door that you open, anything and everything within that room that you open it to will be one-on-one with God and God's face. And when we contemplate His face, we are filled with ever-increasing glory, and God's transformation happens in our lives. പ്രിയമുള്ളവരെ, അവനെ നിങ്ങൾ സീക്ക് ചെയ്യുമ്പോൾ, അവന്റെ മുഖം നിങ്ങൾ അന്വേഷിക്കുമ്പോൾ, അവൻ സ്വന്തം ചെയ്യുന്നു, ഇത് അവനെ കണ്ടെത്തും. എന്നോട് അടുത്ത് വരുമ്പോൾ ഞാൻ നിങ്ങളോടും അടുത്ത് വരും. അവൻ വന്ന വാതില് തുറക്കല്ല, നീ അത് വലിച്ചു കയറി. അവൻ ഏത് നേരത്തും ഉള്ളിലേക്ക് വരട്ടെ. അത് നിന്റെ ഹൃദയത്തിനകത്താണേലും, നിന്റെ കുടുംബജീവിതത്തിനകത്താണേലും, നിന്റെ വീട്ടിനകത്താണേലും, നിന്റെ ജോലിക്കകത്താണേലും, നിനക്ക് എന്തുകൊണ്ട് അതിന് ഏത് നീ ഓപ്പൺ അവൻ വരട്ടെ. വന്ന് കയറിയിട്ട് അവൻ തേജസ്, ആ ഗ്ലോറി, നിന്റെ ഏത് വീക്ക് ഏറിയാലും ആ ഗ്ലോറി അടിക്കട്ടെ. തേജസ് അടിക്കുമ്പോൾ അന്ധകാരത്തിന് ഡാർക്ക്നെസ് അവിടെ നിൽക്കാൻ പറ്റുകയില്ല. അത് ഇവർ ഇൻക്രീസിങ് ഗ്ലോറി ആയിട്ട് മാറിയിട്ട് നിന്നിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യും. ഒരു മിറർ പോലെ റിഫ്ലക്ട് ചെയ്തിട്ട് മറ്റുള്ളവരും ആ ഗ്ലോറി കാണാൻ, അവരും ഗ്ലോറിഫൈഡ്, അവരും ഗ്ലോറിയാൽ നിറഞ്ഞവരാകാൻ ഇടയായി തരും. നിന്റെ ലൈഫ് കംപ്ലീറ്റ് ചേഞ്ച് ആകും. നീ ദൈവത്തിന്റെ ഹിതത്തിലൂടെ നടക്കുമ്പോൾ ഈ ലോകത്തിൽ യേശുവിന് വേണ്ടി ദൈവരാജ്യത്തിൽ നീ ഒരു ഇമ്പാക്ട് ആയി മാറുവാൻ ഇടയായി തീരും. So Lord of the heavens asks you today, how will you open this door? How will you let Him in? Are you going to open the door temporarily, or are you going to remove it? സ്വർഗത്തിലെ പിതാവ് ചോദിക്കുക, കുഞ്ഞെ, മകനെ, മകളെ, നീ എങ്ങനെയാണ് ഇന്ന് നിന്റെ വാതിൽ എനിക്ക് വേണ്ടി തുറക്കാൻ പോകുന്നത്? അത് നീ നോക്കി വന്നാട്ടെ തുറക്കാൻ പോവാണോ? അതോ ഇന്ന് പകല് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള വചനം വരുമ്പോൾ നിന്നെ ഉടച്ച് ഡെമോളിഷ് ചെയ്ത് ആ വാതില് വലിച്ചെറിയാൻ വേണ്ടി പോവുകയാണോ? തിരശീല ഓർത്തോണം, യേശു ദൈവം സ്വർഗത്തിലെ പിതാവ് തിരശീല തുറന്നു കൊടുക്കൽ ചെയ്ത വലിച്ച് കീറി മണ്ണയ്ക്കൊന്ന് താഴെ വരെ. കാരണം ഏതു നേരത്തും തകർന്നവനെ അപ്രോച്ച് ചെയ്യാൻ ഷക്കീന ഗ്ലോറിലെ ദൈവം വേർതിർത്തിയും വെച്ചില്ല, അല്ലേ? ദൈവം പുത്രനെ തകർത്ത് കഴിഞ്ഞപ്പോൾ അവൻ he destroyed his only begotten son. അതാ വാതില്. മറ്റപോലെ ഞാൻ വാതിൽ, ദൈവത്തിലേക്കുള്ള അപ്രോച്ചാകുന്ന വാതിലാകുന്ന ക്രിസ്തുവിനെ അവൻ തകർത്ത്. Why do you shut down? നിന്റെ വീടും നിന്റെ ഹൃദയവും നിന്റെ കുടുംബവും നിന്റെ ഹൃദയത്തിലുള്ള റിലൻസും, why do you shut it? God of heaven, കാരണം ഒരു പാപിക്ക് എടുക്കാൻ പറ്റില്ല. അവിടെ ഇന്നിവിടെ ആരാധിക്കുക, you cannot even come. He destroyed the door on the cross of Calvary. കാൽവരി കുലമരത്തിൽ അവൻ ആ ഡോർ തകർത്തു. തിരശ്ശീല പറിച്ചു. Then why are you putting another veil? മൂടുപടം എന്തിനാണ് ഇടുന്നേ? ഡോർ വെച്ച് എന്താ കത്താൻ
നീ അടയ്ക്കുന്നത്? നീ എന്നാ നിന്റെ എല്ലാ റൂമുകളും യേശുവിനോട് തുറന്നു കൊടുക്കാത്തത്? മഹത്വത്തിന്റെ രാജാവ് കയറട്ടെ, ഡോർ തുറക്കും. യുദ്ധങ്ങളെ നടത്തുന്ന മഹത്വത്തിന്റെ രാജാവ് കയറട്ടെ, അവന്റെ മുഖം അന്വേഷിക്കും. ഇതാകുന്ന അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. And depending on how you make the entrance into your heart, thereby you will make God either a guest into your house or a resident of your house. നീ എങ്ങനെ ഈ വചനപ്രകാരം ചൂടുവെപ്പെടുക്കുമോ? ഈ വചനം കേട്ടിട്ട് നീ എങ്ങനെ റിപ്പന്റ് ചെയ്ത് നിന്റെ വഴികളെ മാറ്റുമോ? അതിനോട് ബന്ധപ്പെട്ടിരിക്കും. നിന്റെ വീട്ടിൽ യേശു ഗസ്റ്റായിട്ടാണോ വരുന്നത്, അതോ നിന്റെ വീട്ടിലെ കുടുംബക്കാരനായി, നിന്റെ വീട്ടിലെ അംഗങ്ങൾ ഒരുവനായിട്ടാണോ ദൈവം വരുന്നത്? ഇന്ന് പകൽക്കാലത്ത് നിന്റെ തീരുമാനം പോയിട്ട് അനേകർ യേശുവിനെ ഗസ്റ്റായിട്ട് സ്വീകരിച്ച് എന്റർടൈൻ ചെയ്യും. ഇന്ന് പകൽക്കാലം ഗസ്റ്റായിട്ടല്ല നമുക്ക് അവനെ വേണ്ടത്. കാരണം അവന്റെ മുഖത്തൊന്നും ഒരു ദൂതില്ലാതെ ഒരു നിമിഷം ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രം നിന്റെ ഡോർ തുറന്നു കൊടുക്കുക. ഏത് നേരത്തും അതിനു വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം. ഇന്നത്തെ നിന്റെ തീരുമാനം, നീ തുറക്കുകയാണെങ്കിൽ വന്ന് കയറി ഗസ്റ്റായിട്ട് പോകും. ഇല്ല, നീ അതിനെ തകർക്കുകയാണെങ്കിൽ നിന്റെ വീട്ടിൽ ഒരുവനായിട്ട് വസിപ്പാനിടയായി തീരും. I hope and pray that the Spirit of the Lord has moved in your hearts this morning with this word, and I pray that God continually make our hearts repentant so that we may be able to do what He desires from us, and may God bless you with each and every one of these words. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഈ വചനങ്ങൾ കേട്ട് അവന് വേണ്ടി വാതിലുകൾ തുറക്കുമ്പോൾ നമ്മെ ദൈവത്തിന്റെ കരങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.